നമ്മള് എവിടുന്ന നല്ലൊരാളെ കിട്ടാന്ന് അന്വേഷിച്ച് നടക്കില്ലേ, അപ്പോഴൊന്നും കിട്ടാത്ത ഒരാളാണ് ഇയാള്. ഒരു വർഷത്തിന് ശേഷമാണ് സൂര്യഭാനുമേടെ നമ്മുടെ ടീമിൽ വരുന്നത്. ഒരു വർഷത്തിന് ശേഷം. പക്ഷെ എൻ്റെ ടീമിലെ ഏറ്റവും ഉയർന്ന വരുമാനം വാങ്ങിയ ആളാരെന്ന് പറയോ? എൻ്റെ അയൽപ്പക്കക്കാരല്ല, എൻ്റെ കൂട്ടുകാരല്ല, എന്നെ വർഷങ്ങളായിട്ട് അറിയുന്ന ആളുകളല്ല, ഞാൻ വർഷങ്ങൾ സപ്പോർട്ട് ചെയ്ത ആളല്ല. ഞാൻ ഒരു പരിചയവും ഇല്ലാതെ ഈ ബിസിനസ്സിന് വേണ്ടി ഈ ബിസിനസ്സിലൂടെ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് സൂര്യഭാനു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതേപോലത്തെ ആളുകളെയാണോ നിങ്ങൾ തിരയേണ്ടത്? അങ്ങനെ ഒരാളെ തിരഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ സൂര്യഭാനു മേഡം നിങ്ങളുടെ ടീമിൽ ഇതിനേക്കാൾ നല്ല ആളുകൾ ചിലപ്പോൾ നിങ്ങൾ കൺമുന്നിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. കാരണം അവര് നിങ്ങൾക്ക് ഇപ്പൊ കണ്ട തിരിച്ചറിയില്ല. കാരണം ഇതേ സൂര്യഭാനു മേഡം ഈ ബിസിനസ്സില് ജോയിൻ ചെയ്ത് വർക്കൊക്കെ തുടങ്ങി ബിസിനസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാർ എടുക്കാൻ പോവാണ്. എൻ്റെ കാർ ഡെലിവറി തൃശ്ശൂർ നടക്കുന്ന സമയത്ത് തൃശ്ശൂർക്കൊന്നും വരാൻ പറ്റില്ല, അത് ഒരുപാട് ദൂരെയാണ് പറഞ്ഞ ആളാണത്. അത് എൻ്റെ കാർ ഡെലിവറി ആയിട്ട് വെറുതെ ഒരു മീറ്റിങ്ങിനല്ല വിളിച്ചിട്ടുള്ളത്. ആ ആള് ഇന്ന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ പോയിട്ട് 10 ലക്ഷം വരുമാനമാണ്. ഇതേ ആള് ബസ് കയറാത്ത ആളായിരുന്നു. എനിക്ക് 4 കുട്ടികളാണ്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളായിരുന്നു. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നിങ്ങളുടെ ടീമിൽ ഇതേപോലത്തെ ഒരു സൂര്യഭാനു വന്നാൽ നിങ്ങൾ അറിയോ? ആ വ്യക്തി ഇതേപോലെ നാളെ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം വാങ്ങി സ്റ്റേജിൽ സംസാരിക്കേണ്ട ആളാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ഒരു സ്ലോ അല്ലെങ്കിൽ ഒരു സ്പീഡ് കുറവ് ഫീൽ ചെയ്യുന്നത് തുടക്കത്തിൽ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇവിടെ നമ്മൾ ഈ മീറ്റിംഗ് ഹാളിൽ വന്നിരിക്കുമ്പോൾ ഇതാണ് നിങ്ങൾ കാണേണ്ടത്. ഇതേപോലെ ആളുകൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ ബിസിനസ്സിലൂടെ, ഈ മീറ്റിങ്ങുകളിലൂടെ, ഈ ലീഡേഴ്സിന്റെ സപ്പോർട്ടിലൂടെ, ഈ കമ്പനിയുടെ കൂടെ നിന്നാൽ എനിക്കും സാധിക്കുമെന്നുള്ളൊരു തിരിച്ചറിവ് അതെനിക്കുണ്ടായത് ഈ മീറ്റിംഗ് ഹാളുകളിൽ നിന്നാണ്. അല്ലാണ്ട് കുറെ ആളെ കിട്ടിയത് കൊണ്ടല്ല ഞാൻ വിജയിച്ചത്. ആളുകളെ കൊണ്ടുവന്ന് അവരെ വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന് എൻ്റെ തലയിൽ ആ വിശ്വാസം വന്നതുകൊണ്ടാണ് എനിക്ക് ഈ ബിസിനസ് വിജയിക്കാൻ സാധിച്ചത്. മനസ്സിലായോ? അപ്പോൾ ഈ ബിസിനസ് വിജയിക്കാൻ നിങ്ങൾ ഒരുപാട് പഠിക്കേണ്ടതില്ല, ഒരുപാട് ഓടേണ്ടതില്ല, ഒരുപാട് കഷ്ടപ്പെടേണ്ടതില്ല. ഈ ബിസിനസ്സിലൂടെ എനിക്കും എൻ്റെ കൂടെ വരാൻ പോകുന്ന ആളുകൾക്കും ജീവിതത്തിൽ വിജയിച്ചു മുന്നേറാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം, അതാണ് നിങ്ങളുടെ സമ്പാദ്യം എന്ന് പറയുന്നത്. അല്ലാണ്ട് നല്ല ആളെ കിട്ടലല്ല. നല്ല ആളെ കിട്ടിയ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഇത് നല്ല ആളാണോ മോശം ആളാണോ. മനസ്സിലാവണല്ലോ? സാധാരണ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട്. BPL മൊബൈൽ സെയിൽസിലാണ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയൊക്കെ ആളുകളുടെ പോക്കറ്റിലെ പൈസ പുറത്തേക്ക് ചെലവാക്കപ്പെടാണ് നമ്മുടെ വരുമാനം വരിക. അല്ലേ? ആളുകൾ പൈസ ചെലവാക്കിയാലല്ലേ നമ്മുടെ ബിസിനസ് നടക്കുള്ളൂ, അപ്പോഴല്ലേ നമ്മുടെ വരുമാനം വരുള്ളൂ. പക്ഷെ ഈ ബിസിനസിന്റെ ഒരു പ്രത്യേകത, ആളുകളുടെ പോക്കറ്റിലേക്ക് ഒരു വരുമാനം എത്തിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ ഈ ബിസിനസ് വിജയിക്കുന്നത്. ആ ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായതിൽ ഈ ബിസിനസ്സിൽ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി, എൻ്റെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി ഓടിയപ്പോഴൊന്നും എനിക്ക് നല്ല ആളുകളെ കിട്ടിയില്ല. പക്ഷെ എൻ്റെ കൂടെ വരുന്ന ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ വിജയിച്ച് മുന്നേറാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ട് ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ നല്ല നല്ല ആളുകൾ ബിസിനസ്സിൽ വരാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി ആളെ ചേർക്കുന്നതിന് പകരം അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ, അവരുടെ ജീവിതത്തിൽ ആരോഗ്യം ഉണ്ടാവാൻ, സമ്പത്തുണ്ടാവാൻ, ആ ഒരു ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കാൻ തയ്യാറായാൽ നിന്റെ ബിസിനസ് വിജയിച്ച് മുന്നേറാൻ സാധിക്കും. വാടക വീട്ടിൽ നിന്ന് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് 2 വീട് വാങ്ങിക്കാൻ മോദിക്ക് ബിസിനസ്സിലൂടെ സാധിച്ചു. കേരളത്തിൽ പുറത്തേക്ക് പോവാത്ത എനിക്ക്, ഞങ്ങള് കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഹണിമൂൺ പോയത് ദുബായ് ബുർജ് ഖലീഫയുടെ മുകളിലേക്കാണ്. അത് മോദിക്കാർ ഇന്റർനാഷണൽ ട്രിപ്പിലൂടെയാണ് പോയത്. അതുപോലെ തന്നെ സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ്, ദുബായ് ഒക്കെ വിദേശ രാജ്യങ്ങളൊക്കെ എത്രയും ട്രിപ്പ് പോകാൻ സാധിച്ചത് ഈ ബിസിനസ് വന്നതുകൊണ്ട് മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നന്നായി പല്ല് തേക്കുക, കുളിക്കുക, അലക്കുക, പാത്രങ്ങളൊക്കെ കഴുകുക,